പണ്ടെന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ കോട്ട്സ് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ആദ്യം ഒരു കോട്ട് നമ്മൾ അതിനൊരു ബേസ് കോട്ട് അല്ലെങ്കിൽ ഒരു കോംബ് കോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു റഫ് ലെവലിൽ ഒരു ഇതുണ്ടായിരുന്നു. ചില കേസിൽ ഫൈൻ കോട്ടിലേക്ക് നേരെ സെക്കൻഡ് ഒരു കോട്ട് പോകും. ചില കേസിൽ ഈവൻ കോഡ് പറയുന്ന അനുസരിച്ച് 3 കോട്ട് വരെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. 12, 8, 6 എന്നുള്ള രീതിയിൽ. അപ്പം താങ്കളുടെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് മൾട്ടിപ്പിൾ കോട്ട്സ് ഒരു സൈറ്റിലും ചെയ്യാറില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് എന്താണ്, വാട്ട് യു തിങ്ക്? മൾട്ടിപ്പിൾ കോട്ട് ചെയ്യുന്നത് പല റീസൺസ് ഉണ്ടാവാം. ഇപ്പോഴൊക്കെ പൊതുവേ ഒരു 2 കോട്ട് വരെയൊക്കെ പോകുന്നുണ്ട്. കാരണം നമുക്ക് സർഫേസിൽ തിക്നെസ് കുറച്ച് വേരിയേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അപ് ടു 20 mm തിക്നെസ് വരെയാണ് മാക്സിമം അലൗബിൾ ലിമിറ്റ് ഉള്ളൂ. അപ്പോൾ അതിനും കൂടുതൽ നമുക്ക് പ്ലാസ്റ്ററിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോഡ് പ്രിഫർ ചെയ്യുന്നത് ഏത് വി ക്യാൻ ഗോ വിത്ത് സെക്കൻഡ് കോട്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇത്രയൊന്നും കോട്ടിൻ്റെ പോകേണ്ട ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ടുള്ള കാര്യമാണ്. സിംഗിൾ കോട്ടിൽ അപ് ടു 20 mm തിക്നെസ് വരെയും പോവാം. മാക്സിമം തിക്നെസ് കൂടാതെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ച് അതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് കുറച്ചും കൂടി നല്ലതായിട്ടാണ്. ക്യൂറിങ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ചില പ്രോഡക്ട്സ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിങ് വേണ്ട എന്നുള്ള ക്ലെയിംസ് വരെ വരുന്നുണ്ട്. ബ്രാൻഡുകളുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ അങ്ങനെ ക്ലെയിംസ് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഈ ക്യൂറിങ് വേണ്ടി വരുമോ? ഞങ്ങളുടെ പ്രോഡക്റ്റിൽ ക്യൂറിങ് വേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതിൽ ഒരു ബേസ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സിമൻ്റാണ്. സിമൻറ്റിൽ നടക്കുന്ന സിമൻറ്റും വാട്ടറായിട്ടുള്ള ഹൈഡ്രേഷൻ പ്രോസസ്സാണ് അതിനെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതും അതിനെ ബൈൻഡ് ചെയ്യുന്നതും. അപ്പോൾ സിമൻറ്റിൽ എപ്പോഴും അതിന് വേണ്ട വാട്ടർ കണ്ടൻറ്റ് ചെന്നാൽ മാത്രമാണ് ഇതിൻ്റെ സ്ട്രെങ്ത് അച്ചീവ്മെൻറ്റും ബൈൻഡിങ് പ്രോപ്പർട്ടീസും എല്ലാം ഹൈഡ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൽ വാട്ടർ ക്യൂറിങ് വേണ്ട എന്ന് ഞങ്ങൾ പറയാറില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വാട്ടർ ക്യൂറിങ് കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് നമുക്ക് ഒരു നിവൃത്തിയില്ല നനയ്ക്കാനുള്ള സ്ഥലങ്ങളിൽ, നനവ് കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ വാട്ടർ ക്യൂറിങ് കോമ്പൗണ്ടുകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് വാട്ടർ ആവശ്യത്തിലുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ ക്യൂറിങ് തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്, സ്ട്രോങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ജനറലി നമ്മളിപ്പോൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഭിത്തിയിൽ ക്രാക്കുകൾ കാണുമ്പോൾ, ഇപ്പം ഞാനാകുന്ന ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്രാക്കിനെ നമ്മൾ ഷ്രിങ്കേജ് ക്രാക്കെന്നോ ടെമ്പറേച്ചർ ക്രാക്കെന്നോ എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ക്രാക്കെന്നോ പറഞ്ഞ് നമ്മൾ മനസ്സിൽ അതിനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ ഷ്രിങ്കേജ് ക്രാക്സാണ്. ഷ്രിങ്കേജ് ക്രാക്സിന് പല കാരണങ്ങളുമുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടെക്നിക്കലി ഒത്തിരി ഡീപ്പ് ഡൈവ് ചെയ്യണ്ട. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഈവൻ ഗ്രേഡിങ് സാൻഡിൻ്റെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഷ്രിങ്കേജ് ക്രാക്സിലേക്ക് വരാം. പക്ഷെ നോർമലി കണ്ടുവരുന്ന ഒരു സംഭവം ആ ഒരു മെഷ് രൂപത്തിൽ വരുന്ന ഒരു ക്രാക്കിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവർ ഹൈഡ്രേഷനോ അല്ലെങ്കിൽ അണ്ടർ ഹൈഡ്രേഷനോ ആണ്. ഓവർ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറേ കൂടിപ്പോയിട്ട് ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലൊരു വോളിയം റീഅഡ്ജസ്റ്റ്മെൻറ്റ് വരികയും സബ്സീക്വൻ്റ്ലി അതൊരു മെഷ് രൂപത്തിൽ ആ ഒരു ക്രാക്ക് കണ്ടുവരാൻ. ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഇതിലിപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ സാൻഡിൻ്റെ ഒരു ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു വളരെ ഇതിനെക്കുറിച്ച് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് പലരും ഇതിൻ്റെ ഗ്രേഡിങ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാവണം. ഈ ഫീൽഡിൽ സിവിൽ ഫീൽഡിലോ തന്നെ ഉള്ളവർക്ക്. അപ്പോൾ ഇതിൽ ശരിക്കും കോഡ് ഓഫ് പ്രാക്ടീസ് പറയുന്നത് ബിലോ 2.36 mm തുടങ്ങി 150 മൈക്രോൺസ് വരെയുള്ള പാർട്ടിക്കിൾ സൈസ് ഇതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സൈസ് പാർട്ടിക്കിൾ സൈസ്. അപ്പോൾ ഇതിൽ പല ഡിഫറെൻറ്റ് ഗ്രേഡ്സുകൾ വരും. അപ്പോൾ 2.36 വരും, അതിൻ്റെ താഴെ 1.18 വരും, 600 മൈക്രോൺസ് വരും, 300 മൈക്രോൺസ്. ഇതിനൊക്കെ എത്ര പെർസെൻറ്റേജോളം ഈ ടോട്ടൽ നമ്മൾ എടുക്കുന്ന സാൻഡിൽ ഉണ്ടാവണം? ഇത് വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൻസ് കൂടിയാലോ അല്ലെങ്കിൽ ബിലോ 150 മൈക്രോൺസ് പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് സിൽട്ട് കണ്ടൻറ്റ് ഉണ്ടെങ്കിലോ
നമുക്ക് പ്ലാസ്റ്റിങ്ങിന് വരാവുന്ന ക്രാക്കുകൾ അല്ലെങ്കിൽ ഷ്രിങ്കേജ് അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഹൈ വാഷ്ഡ് സാൻഡ് നമുക്ക് വേണ്ടി വരും. ഇത് ഒരിക്കലും നമുക്കൊരു ക്രഷറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല. കാരണം ഇത്രയും രീതിയിൽ ഈ പറഞ്ഞ 150 മൈക്രോൺസിന് താഴെയും അല്ലെങ്കിൽ അബോവ് സൈസ് പാർട്ടിക്കിൾസും ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെയാണ് റെഡിമിക്സ് പ്ലാസ്റ്റിൻ്റെ സാധ്യത അവിടെ വരുന്നത്. മനസ്സിലായി. ഐ മീൻ മച്ച് അപ്രീഷിയേറ്റഡ്. ഇപ്പൊ ആ പറഞ്ഞ പോലെ ഒരു സാധനം വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ആവുന്നത്. കാരണം കോൺട്രാക്ടറിന്റെ ഗ്രേഡിങ്ങിനോടുള്ള മനോഭാവത്തിൽ ക്വാളിറ്റി ഡിപ്പെൻഡന്റ് അല്ലാണ്ടാവുകയാണ്. നിങ്ങൾ വെള്ളം ഒഴിച്ചോ നിങ്ങൾ തേച്ചോ എന്നുള്ള ഒരു ഇതിലേക്ക് വരുവാണ്. ഇനി അപ്പൊ ഇതില് റീസെന്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതൊന്ന് ഷെയർ ചെയ്യാം. ഇതാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രോബ്ലം. ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാം എന്നും പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗ്രേഡിങ് ഓഫ് സാൻഡിൽ വരുന്ന പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷ്രിങ്കേജ് വരാത്ത രീതിയിൽ ഒരു കെമിക്കൽ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒരു വളരെ പ്രശസ്ത ഒരു കമ്പനി വന്നു. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാനുള്ളൊരു ഭാഗ്യവും നമുക്കുണ്ടായിട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിമെൻറ്റും സാൻഡും ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം അവർ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ നമ്മൾ ഈ കെമിക്കലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡിങ് മൂലം ഉണ്ടാകുന്ന ഷ്രിങ്കേജ് പ്രോബ്ലംസ് കുറേ അഡ്രസ്ഡ് ആവുന്നുണ്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് റൂട്ട് കോസ് എപ്പോഴും അവിടെ തന്നെയുണ്ട്. നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദന അപ്പം മാറുന്നുള്ളൂ, പക്ഷേ റിപ്പീറ്റ് ചെയ്യുമോ അത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, ഇപ്പോൾ ക്രാക്കിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്താണ്, അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സാൻഡിൻ്റെ കേസ് പറയണമെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻസ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചെളിയുടെ അംശം പാടില്ല, സിൽറ്റ് കണ്ടൻറ്റ് പാടില്ല, ഓവർ സൈസ് പാർട്ടിക്കിൾ ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു ഗുഡ് ക്വാളിറ്റി സാൻഡെന്ന് പ്ലാസ്റ്ററിങ് സാൻഡെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതല്ലാതെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ തൽക്കാലത്തേക്ക് ഒരു നിവൃത്തി എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല. ഈ പി സാൻഡും എം സാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമോ? പി സാൻഡ് ആക്ച്വലി ബേസിക്കലി എം സാൻഡ് തന്നെയാണ് പി സാൻഡ്. അത് പ്ലാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് പി സാൻഡ് എന്നായി. നോർമലി എം സാൻഡ് എന്ന് പറയുന്നത് നമ്മൾ 4 mm ബിലോ സൈസിലാണ് നമ്മൾ എം സാൻഡ് എന്ന് പറയുന്നത്. അത് കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബിലോ 2.36 വരുമ്പോഴാണ് നമ്മൾ അതിന് പി സാൻഡ് എന്നൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫൈനസ് കുറച്ച് കൂടുതലാണ്, എബോവ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും. ബിലോ 2.36 mm ആണ് അതിൽ പാർട്ടിക്കിൾ സൈസ് ഉണ്ടാവത്തുള്ളൂ. ഈ ഇപ്പം പണ്ട് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ പല കസ്റ്റമേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് നമുക്ക് പുഴമണല്ല റിവർ സാൻഡ് വളരെ സുലഭമായിരുന്നു. അപ്പോൾ റിവർ സാൻഡ് വെച്ച് ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. അതുകൊണ്ടാണ് പഴയ വീടുകൾക്ക് കുറേയും കൂടെ ഈട് നിൽക്കുന്നതെന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ആ കോൺസെപ്റ്റിന് വളരെ എതിരാണ്. ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു അതല്ലത്. അപ്പോൾ അന്ന് നമ്മളെ എടുത്ത് ഭിത്തി തേച്ച് ഇതായിരുന്നു. അപ്പോൾ ഈ റിവർ സാൻഡ് പ്ലാസ്റ്ററിങ്ങിനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു പ്രൊഫഷണൽ അഭിപ്രായം എന്താ? എൻ്റെ ഒരു അഭിപ്രായം, ഇത് ഞാനിപ്പോൾ കോൺക്രീറ്റ് ഫീൽഡിൽ നിന്നാണ്, റെഡിമിക്സ് കോൺക്രീറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടാണ് ഏകദേശം 20 years ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരു കൺസേൺ, ഞാനിവിടെ കേരളത്തിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ റെഡിമിക്സ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എല്ലായിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് റിവർ സാൻഡ് മതി, എം സാൻഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അത് നമ്മുടെ ഒരു ചിന്തകളാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡ് റിവർ സാൻഡ് ഒരു ചെറിയ നർമ്മം ചേർത്ത് പറയുന്ന കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒട്ടനവധി കമൻറ്റുകൾ വന്നത് സാറിന് ക്വാറി ഉണ്ടോ, എവിടെയാണ് സാറിൻ്റെ സ്വന്തം ക്വാറി എന്നുള്ള രീതിയിലാണ്. ഞാനതിപ്പോൾ ജസ്റ്റ് സംസാരിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ഞാൻ വളരെ ഒരു എഞ്ചിനീയറിൻ്റെ ഒരു പ്രൊഫഷണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. റിവർ സാൻഡിനേക്കാളും എന്തുകൊണ്ടും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് എം സാൻഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെടുത്ത് ഭിത്തി തേച്ചു. എനിവേ പ്ലീസ് കണ്ടിന്യൂ.
അപ്പോൾ ഇത് ഇപ്പം നമുക്ക് റിവർ സാൻഡ് വരുന്നതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിൽട്ട് കണ്ടൻറ്റും പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ഒന്നും എത്രമാത്രം കറക്റ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു മെഷീനറി കൂടിയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനറി കൂടിയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. അതിൽ മെഷുകളുണ്ട്, ഓരോ ടൈപ്പ് മെഷുകളുണ്ട്. ഈ മെഷിലേക്കൂടെയൊക്കെ പാസ് ചെയ്ത് ഇന്നൊരു ഗ്രേഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഓരോ ക്രഷറിൽ നിന്നും മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും റിവർ സാൻഡിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്ററാണ് നമ്മുടെ പ്ലാസ്റ്ററിങ് സാൻഡോ അല്ലെങ്കിൽ എം സാൻഡോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.